സാധനങ്ങൾ കുറച്ച് കൊണ്ടുപോകണം, അത്രയും നല്ലതാണല്ലോ. അപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വേറെ മേടിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ബാഗിൽ എനിക്ക് യൂസ്ഫുള്ളും അതേപോലെ യൂസ്ലെസ്സും ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മുന്നേ എനിക്ക് വേണ്ട ഡെലിവറി ഐറ്റംസിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനിപ്പോൾ ഇതിൽ എൻ്റെ യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളതും വേണ്ടാണ്ട് വന്നിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വരെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ എടുത്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എളുപ്പത്തിൽ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യമേ തന്നെ എഴുതി വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാഗിനുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുള്ളതിൻ്റെ റിപ്പോർട്ട്സ്, കാര്യങ്ങൾ, നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്, ഇനി അതുപോലെ തന്നെ മുമ്പ് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ മാറി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള റിപ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്തുള്ള എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൈപിടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം എനിക്കത് ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2 ഫയൽ ഞാൻ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഫസ്റ്റത്തെയും സെക്കൻഡും ഡെലിവറി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റത്തെ ഫുൾ ഡീറ്റെയിൽസ് ആ സെയിം ഫയലിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആൻറ്റി ഡിയുടെ ഇൻജെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ അപ്പൂനെ പ്രസവിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുള്ളതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അതിനെപ്പറ്റി അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫുൾ നമ്മുടെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സംബന്ധിച്ചുള്ള ഫുൾ റിപ്പോർട്ട്സും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ എന്തായാലും പിടിക്കണം. നമ്മൾ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡുകളാണ്. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ATM കാർഡ് എങ്ങനെയായാലും നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ അതെന്തായാലും മറക്കാതെ കൈപിടിക്കുക. പിന്നെ ഹോസ്പിറ്റലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സംഭവങ്ങളാണ് നമ്മുടെ ആധാർ കാർഡ് നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെറ്റാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആധാർ കാർഡ് ആവശ്യം വരും. അത് നമ്മുടെ ഹസ്ബൻഡിൻ്റെയും വേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ ഏട്ടൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അത് വീണ്ടും പോയി എടുപ്പിക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറക്കാതെ എടുക്കുക. എല്ലാ ഹോസ്പിറ്റലിലും ബർത്ത് സർട്ടിഫിക്കറ്റ് സെറ്റാക്കി തരുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടൊരു സംഭവമാണ് നമ്മുടെ SSLCയുടെ കോപ്പി. അതും അച്ഛൻ്റെയും അമ്മയുടെയും വേണം. അപ്പോൾ അത് രണ്ടും നമ്മൾ കൈ പിടിക്കണം. അതേപോലെ തന്നെ പിന്നെ എനിക്ക് ആയുഷ്മാൻ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വന്നതായിരുന്നു റേഷൻ കാർഡും അതേപോലെ തന്നെ ഇൻഷുറൻസ് കാർഡും. പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഇൻഷുറൻസിൻ്റെ സേവനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ എന്തായാലും കൈപിടിക്കേണ്ടി വരും. പിന്നെ അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നമുക്ക് BPL കാർഡൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇതൊക്കെ നമ്മൾ കൈപിടിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മറക്കാതെ കൈപിടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാർഡ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കാതെ എടുത്തു വെക്കണം. പിന്നെ അതേപോലെ നമുക്ക് ആവശ്യം വരുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ചാർജറാണ്. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതായത് സോപ്പ്, അതേപോലെ തന്നെ ബ്രഷ്, ടങ് ക്ലീനർ, പേസ്റ്റ്, ഇതൊക്കെ നമുക്ക് കൈപിടിക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പൽപ്പൊടിയും കൂടി കൈപിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ബ്രഷ് കൊണ്ടുവരാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൽപ്പൊടി യൂസ് ചെയ്യാമല്ലോ. ചില ഹോസ്പിറ്റലിൽ നിന്ന് ഇത് അവിടെ നിന്ന് തന്നെ കിറ്റായിട്ട് നമുക്ക് തരും. ഇല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൈപിടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടേതായിട്ടൊരു സോപ്പും പേസ്റ്റും ബ്രഷും ടങ് ക്ലീനറും നമ്മൾ കൈപിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ എണ്ണ, നമ്മൾ എന്തായാലും ഡെലിവറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ ഒരുമാതിരി കിളിക്കൂട് പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് പിന്നി കെട്ടി ഒതുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കുപ്പി എണ്ണ കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അത് കൂടാതെ സെപ്പറേറ്റ് ഒരു എണ്ണ പിടിക്കേണ്ടി വരും. നമ്മുടെ ആവശ്യത്തിനല്ല, ഉണ്ണിയുടെ ആവശ്യത്തിന്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ എണ്ണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് ഉണ്ണിനെ കുളിപ്പിച്ചിട്ടല്ല തരിക, അവർ ജസ്റ്റ് എണ്ണ കൊണ്ട് എന്തോ തുടച്ചിട്ടാണ് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ എണ്ണ വേണം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എണ്ണ കൈ പിടിക്കുക. പിന്നെ വേണ്ടത് മുടി കെട്ടിയിടാൻ വേണ്ടിയിട്ട് ബണ്ണാണ്. ചില സമയത്ത് എൻ്റെ അപ്പൂന് പ്രസവിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് മുടി കെട്ടാനുള്ള ബണ്ണുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് റബ്ബർ ബാൻഡ് കിട്ടുക ചെയ്തത്. ഇപ്രാവശ്യം അവർ എനിക്ക് റബ്ബർ ബാൻഡ് ഇങ്ങോട്ട് തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ബണ്ണ് കൊണ്ടുപോകുക. അതേപോലെ തന്നെ ഒരു ചീപ്പും കൊണ്ടുപോകുക. പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ഐറ്റംസും കൊണ്ടുപോകാം. ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്താണ്, നമുക്ക് വേണ്ട ക്ലോത്ത്. അതിൽ ഞാൻ എന്താണ് കൊണ്ടുപോയിട്ടുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 സിപ്പ്, ഫ്രണ്ടിൽ സിപ്പുള്ള 2 നൈറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓപ്പൺ മാക്സി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സിസേറിയൻ ആയിരുന്നു ഫസ്റ്റത്തെ. അപ്പോൾ അതിൽ എനിക്ക് ഓപ്പൺ മാക്സി ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വേറെ മേടിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എന്താണ് ഈ ഓപ്പൺ മാക്സിയുടെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഇതിൻ്റെ മുറിയുടെ മുകളിലൊക്കെ നമുക്ക് മരുന്ന് വരട്ടെ കാര്യങ്ങൾ, അതുപോലെ ഡോക്ടേഴ്സ് വരുന്ന സമയത്ത് എപ്പോഴും ഇത് കാണിച്ചു കൊടുക്കുകയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓപ്പൺ മാക്സി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഊരിയാൽ മാത്രം മതിയാവുമല്ലോ.
നമുക്ക് ഇറക്കാനും കയറ്റാനും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എണീക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓപ്പൺ മാക്സി നമ്മൾ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കൈ പിടിക്കണത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് അത് നമുക്ക് ആ ബട്ടൺസിൻ്റെ അവിടേക്ക് വെച്ചൊന്ന് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാ നോർമൽ മാക്സി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 നൈറ്റിയും അതേപോലെ ഒരു ഓപ്പൺ മാക്സിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതേ നമുക്ക് ആവശ്യം വരുള്ളൂ. കഴുകിയിടാനൊക്കെ ഉള്ള സംവിധാനം എങ്ങനെയായാലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കുറേ ഡ്രസ്സൊന്നും വാരി കൂട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് പിന്നെ നമുക്ക് ഉപകാരം ഇല്ലാണ്ടാവും. നമ്മൾ എത്രയോ സാധനങ്ങൾ കുറച്ച് കൊണ്ടുപോകണോ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 എണ്ണം മാത്രം മതിയാവും എന്നാണ് എൻ്റെ ഒരു ഇതിൽ. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് നമ്മുടെ ഇന്നേഴ്സാണ്. ഇന്നേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ സി സെക്ഷൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നോർമൽ ഡെലിവറിയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നമുക്ക് സാധാ നോർമലി നമ്മളിപ്പോൾ ഡെലിവറിയുടെ മുമ്പ് യൂസ് ചെയ്തിരുന്ന പാൻറ്റീസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എലാസ്റ്റിക് കറക്റ്റായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവുക നമ്മുടെ മുറിയുടെ മുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വലിയ സൈസിലുള്ള പാൻറ്റീസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആദ്യത്തിലേ കുറേ പുതിയതൊക്കെ മേടിച്ച് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്കത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ എൻ്റെ സൈസിനെക്കാട്ടിലും ഒരു 2 സൈസ് കൂടുതലുള്ള, ഇപ്പോൾ നമ്മുടെ ഒരു 85 ആണ് നമ്മുടെ സൈസ് എന്നുണ്ടെങ്കിൽ ഒരു 95 അല്ലെങ്കിൽ 100ൻ്റെ ഒക്കെ പാൻറ്റീസൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ബ്രാ മേടിക്കുമ്പോഴും നമ്മൾ കുറച്ചുകൂടി സൈസ് കൂടി നമ്മൾ അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തായാലും നമുക്ക് ബോഡിയിൽ ചേഞ്ചസ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചുകൂടി സൈസ് കൂടിയിട്ടുള്ളത് മേടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കടകളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് നല്ല നേരത്തെ നമുക്ക് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞിട്ട് ഇത് മേടിക്കാൻ പോയി നോക്കുമ്പോൾ എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത് ശനിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. എന്നെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിക്കൂട്ടി ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മുടെ സൈസിനേക്കാളും കുറച്ചുകൂടി വലിയ പാൻറ്റീസ് ഇന്നേഴ്സൊക്കെ കുറച്ചുകൂടി ഒരു സൈസ് കൂടിയിട്ടുള്ള ഇങ്ങനെ മേടിച്ച് വയ്ക്കുക. പിന്നെ വേണ്ടത് വെള്ള തുണിയാണ്. വെള്ള തുണി എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനും ഉണ്ണിയുടെ ആവശ്യത്തിനും സെപ്പറേറ്റ് വേണം. നമ്മുടെ ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ പാഡൊന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നുണ്ടാവുക, ഒരു വൈറ്റ് ക്ലോത്ത് ആയിരിക്കും. അപ്പോൾ അവർ ചോദിക്കും നമ്മുടെ അടുത്ത് ഉള്ളിലേക്ക് വൈറ്റ് ക്ലോത്ത് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മളപ്പോൾ പിന്നെ ഓടിക്കളിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കട്ടിയുള്ളൊരു വൈറ്റ് ക്ലോത്ത് എന്തായാലും കൈ പിടിക്കുക. പിന്നെ ഉണ്ണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെയും അത് കുറച്ച് കനം കുറഞ്ഞത് കൈ പിടിക്കുക കേട്ടോ നല്ലത്. ഉണ്ണിക്ക് നമുക്ക് കെട്ടാനോ കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ മുറിക്കാണ്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആവശ്യം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മുറിച്ച് അത് അവിടെ നിന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്രികയും കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉണ്ണീനെ കിടത്താൻ വേണ്ടിയുള്ള ഡ്രൈ ഷീറ്റാണ്. നമുക്കിപ്പോൾ ഉണ്ണി മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ വയറ്റിൽ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബെഡിലും ക്ലോത്തിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഷീറ്റ് കൈ പിടിക്കണം എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് കൈ പിടിക്കണം. പിന്നെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടർക്കി കൈ പിടിക്കണം കേട്ടോ. ഹോസ്പിറ്റൽസിൽ നിന്ന് പൊതുവേ നമുക്ക് ടർക്കി തരും. ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ ടർക്കിയും അതേപോലെ തന്നെ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ളൊരു കുപ്പായും ഇട്ടിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള അധികം സാധനങ്ങളൊന്നും മുന്നേ കൂട്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഉള്ളവരൊക്കെ പറയും ഉണ്ണിക്ക് വേണ്ടിയിട്ട് ആദിക്കിലേ മേടിച്ച് വെക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദിക്കിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടർക്കിയും അതേപോലെ തന്നെ ഒരു ഡ്രൈ ഷീറ്റും മാത്രമാണ്. ഉണ്ണിക്കുള്ള ഉടുപ്പൊന്നും ഞാൻ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായില്ല. കാരണം ഇവർക്ക് അങ്ങനത്തെ ഒരു ഇതുള്ളതാണ്. അത് കാരണം കൊണ്ട് തന്നെ ഞാനൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായില്ല. പിന്നെ ഓൾറെഡി നമുക്കറിയാമല്ലോ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തായാലും ഒരു ടർക്കിയും അതേപോലെ തന്നെ ഉണ്ണിനൊരു ഡ്രസ്സിലിട്ടാവും കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഉണ്ണി വന്ന ശേഷം പോയി മേടിച്ചിട്ട് അതൊക്കെ കഴുകി ഉണക്കി എടുത്ത് വയ്ക്കാനുള്ള ഇഷ്ടപ്രകാരം ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അത്യാവശ്യം അതിക്കിലേ മേടിച്ച് വെക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ടത് നമുക്ക് വീട്ടിൽ വന്നിട്ട് അതിൽ മേടിച്ച് വെച്ചാൽ മതിയല്ലോ. നിങ്ങൾ മുന്നേക്കൂട്ടി മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉണ്ണിക്ക് വേണ്ട ഫുൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചോളൂ കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാതെ കാരണമാണ് ഞാൻ ഉണ്ണിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിക്കിൽ. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് തോർത്തും മുണ്ടും അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് ടവലാണ്. സോഫ്റ്റ് ടവൽ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ണിയെ നമുക്ക് തുടച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവൽ കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തോർത്തുമുണ്ട് ഒന്ന് നമ്മുടെ പേഴ്സണൽ യൂസിന് നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ വീട്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തോർത്തുമുണ്ട് നമുക്ക് കൈ പിടിക്കാം. പിന്നെ എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിയുടെ സമയത്ത് വയറ് ചുരുങ്ങാനാന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അത്യാവശ്യം ലെങ്ത്ത് ഉള്ളൊരു തോർത്തുമുണ്ട്, ലെങ്ത്തും വീതിയൊക്കെ ഉള്ളൊരു തോർത്തുമുണ്ട് കൈ പിടിച്ചത് ചുറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തേന് എനിക്കത് വേണ്ടി വന്നിട്ടുണ്ടായില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റത്തെ ഡെലിവറിക്ക് വയറ് ചുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ വയറ് ചുങ്ങാൻ വേണ്ടി ഇത് കെട്ടണോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേണ്ട, നീര് വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് കെട്ടിത്തരാണ്ടിരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സമയത്ത് എനിക്കത് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത്ത് ഉള്ളൊരു തോർത്തുമുണ്ട് കൈ പിടിച്ചോളൂ. ഇപ്രാവശ്യത്തെ ഡെലിവറിക്ക് എനിക്ക് യൂസ്ഫുൾ അല്ലാത്ത സാധനമായിരുന്നു കേട്ടോ. പിന്നെ നല്ല കനമുള്ള ബെഡ്ഷീറ്റ് കൈ പിടിക്കുക. നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടതൊക്കെ എന്തായാലും അവിടെ ഉണ്ടാവും. ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഇതെന്തായാലും ഏപ്രിൽ ടൈമിലാണല്ലോ, ഏപ്രിൽ 4-ാം തീയതി തന്നെ ഡെലിവറി ഉണ്ടാകുന്നത്.
പുള്ളായിരുന്നു ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്ക് ഫാനിൻ്റെ ചൂട് പോരാണ്ട്, ഫാൻ ഇട്ടിട്ട് പോരാണ്ട് വേറെ ഫാൻ അടക്കം മേടിച്ച് വെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി ഫാനൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനും ഉണ്ണിയും അപ്പും പിന്നെ എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും ഒക്കെ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടി കിടക്കാനുള്ള സ്ഥലം നമ്മുടെ ബെഡിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ താഴത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ബെഡ്ഷീറ്റ് എങ്ങനെയായാലും ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൈ പിടിക്കണം, എപ്പോഴും നല്ലതാണ്. പിന്നെ കുഞ്ഞ് പില്ലോസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പില്ലോയും കൈ പിടിക്കുക. അതേപോലെ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. തൂക്ക് പാത്രം, ഗ്ലാസ്, ഒരു സ്പൂണ്, ഒരു വലിയൊരു കയ്യിൽ പോലത്തെ വലിയൊരു സ്പൂൺ ഉണ്ടെങ്കിൽ അത്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലാസ്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പ്രസവം കഴിഞ്ഞ വഴിക്ക് തന്നെ നമുക്ക് പാലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെ ബോഡിയുടെ അതുപോലെ ചിലവർക്ക് പ്രസവം കഴിഞ്ഞ് കഴിക്കേണ്ട പാലുണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. എനിക്കൊന്നും ഇല്ലാത്തൊരു ടൈപ്പായിരുന്നു ഫസ്റ്റ് ഡെലിവറിക്കും സെക്കൻഡ് ഡെലിവറി നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തേൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിക്ക് കിടന്ന് ഇല്ലെങ്കിൽ എടുത്തിട്ട് പാൽ കൊടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമ്മൾ എങ്ങനെയായാലും ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെന്താ നമുക്ക് ചൂടുവെള്ളം നമ്മുടെ കൈ പിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാസ്ക് നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇല്ല ചെയ്യാൻ നമുക്ക് എപ്പോഴും ചൂടുവെള്ളം നമുക്ക് പോയി മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ട ചായ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വെള്ളം വേണമെങ്കിലും നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഫ്ലാസ്ക് ഉപയോഗപ്പെടുമല്ലോ. എപ്പോഴും നോർമലി ഒരു ഹോസ്പിറ്റൽ കേസിന് പോകുമ്പോൾ ഫ്ലാസ്ക് കൈ പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ തൂക്കുപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ കുപ്പി കൈ പിടിച്ചിട്ടുണ്ടാകും. നമുക്ക് വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ ചൂടുവെള്ളമൊക്കെ കൊണ്ടു വയ്ക്കണേക്കാട്ടിലും നമുക്ക് സ്റ്റീലിൻ്റെ കുപ്പിയിൽ ചൂടുവെള്ളം കൊണ്ടു വെച്ചാൽ കുറേ നേരം നിന്നിട്ടല്ല എങ്കിലും ചൂടുവെള്ളം അതിൽ പിടിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വെറുതെ വേറെ കുപ്പികളുണ്ടെന്നുണ്ടെങ്കിൽ അതും കൈ പിടിച്ചോ. വെള്ളം നല്ലോണം നമുക്ക് ആവശ്യം വരുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ബക്കറ്റും കപ്പും. അതിൽ കപ്പ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉണ്ണിക്ക് കപ്പിൻ്റെ ഒരു ഉപയോഗം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പ് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ബക്കറ്റ് നമുക്ക് ആവശ്യം വന്നു, കാരണം നമ്മുടെ തുണികളൊക്കെ തിരുമ്പി കഴിഞ്ഞാൽ നമുക്ക് തോരടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബക്കറ്റ് എന്തായാലും നമുക്കായിട്ടൊരു ബക്കറ്റ് നമ്മൾ കൈ പിടിക്കണം എപ്പോഴും നല്ലതാണ്. കപ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ തുണി തോരടാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതെപ്പോഴും നല്ലതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ഡെലിവറിക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് എന്തായാലും കൈ പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മൾ തുണികളൊക്കെ അങ്ങനെ പറന്നു പോകുമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാട്ടിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിപ്പ് കൈ പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് ഉപയോഗം വരാതിരുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അതിൽ ഒന്നാമത്തെ സാധനം പറയുന്നത് വെറ്റ് ടിഷ്യൂ ആണ്. ഉണ്ണിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു വെറ്റ് ടിഷ്യൂ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഓൾറെഡി അവർ നമുക്ക് വെറ്റ് ടിഷ്യൂ തന്നു. അപ്പോൾ പിന്നെ നമുക്കത് വേണ്ടി വന്നില്ല. നമ്മൾ വെറ്റ് ടിഷ്യൂ ഇപ്പം നമുക്ക് കത്തിക്കാവുന്ന സാധനമല്ല, പക്ഷെ വെറുതെ വാരി വലിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വെറ്റ് ടിഷ്യൂ നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ടിഷ്യൂ പേപ്പേഴ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഓൾറെഡി നമുക്കതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി വരാതിരുന്ന സാധനം മെറ്റേണിറ്റി പാഡാണ്. ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് മെറ്റേണിറ്റി പാഡൊക്കെ കയറ്റി വലിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർ നമുക്കതിങ്ങോട്ട് തന്നു. അപ്പോൾ പിന്നെ അതിൻ്റെയും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വലിയ സൈസിലുള്ളതൊക്കെ വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ പാഡൊന്നും നമ്മൾ മേടിച്ചു കൊണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഭയങ്കര ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നേക്ക് ആവശ്യം വരും. ഇല്ലാത്ത പക്ഷം നമ്മളത് ആദ്യത്തിൽ കുറേ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു 5-6 മാസത്തേക്ക് നമുക്ക് നോർമലി പീരീഡ്സും കാര്യങ്ങളും വരില്ല. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെറുതെ നാശമായി പൂത്തിട്ടൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ആവശ്യം വന്നത് അതെനിക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. പിന്നെ അതേപോലെ യൂസ്ലെസ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ന്യൂ ബോൺ ഡയപ്പറാണ്. അത് യൂസ്ലെസ്സേ അല്ല, നമുക്ക് എപ്പോഴും ആവശ്യം വരും. ഉണ്ണി അതിന് ശേഷം നമുക്ക് വീട്ടിലോ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ ഒക്കെ നമുക്ക് ന്യൂ ബോൺ ഡയപ്പേഴ്സ് ആവശ്യം വരും. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് അത് വെറുതെ വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിക്കുള്ളത് അവിടെ നിന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ പറഞ്ഞ ഈ മെറ്റേണിറ്റി പാഡ്, ടിഷ്യൂസ്, പിന്നെ അതേപോലെ തന്നെ ഉണ്ണിക്ക് വേണ്ട ഡയപ്പേഴ്സ്, ഇതൊക്കെ വലിച്ച് കൊണ്ടുപോകണ്ട. കാരണം ഓൾറെഡി എന്തായാലും ഹോസ്പിറ്റലാണ്, ഫാർമസി, മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. വെറുതെ ഇപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ വലിച്ച് കൊണ്ടുപോയി അതേപോലെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നിന്ന് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ആവശ്യമില്ലാത്തൊരു സാധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എനിക്ക് ആവശ്യം വന്നതും ആവശ്യം വരാത്തതായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ആരൊക്കെയാണോ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രസവിച്ചിട്ട് വരിക, എല്ലാവരെങ്കിലും ഒരു ന്യൂവിനെ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.